ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. നമ്മൾ ഹോം സയൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഹോം സയൻസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് പരിചയമുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമ്മളൊന്ന് സയൻറ്റിഫിക് ബേസിൽ നോക്കുന്നു. അത്രയേ ഉള്ളൂ ഹോം സയൻസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്യാം, മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ജസ്റ്റ് 2-3 പ്രാവശ്യം പഠിച്ചാൽ തന്നെ നമുക്കൊന്ന് കിട്ടാവുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്ത്, ഹോം സയൻസ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ എത്തിക്സ് ഇൻ ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിതത്തിലെ നൈതികത, എത്തിക്സ്. അപ്പോൾ നമ്മൾ ഈ എത്തിക്സ്, നിനക്ക് എത്തിക്സ് ഉണ്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ എത്തിക്സിന് ചേരുന്നതല്ല. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ അങ്ങനത്തെ ഡയലോഗ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഡോക്ടറോട് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താനൊക്കെ പറയും അല്ലേ. അപ്പോൾ ഡോക്ടർ പറയും, ഓ അതെൻ്റെ മെഡിക്കൽ എത്തിക്സിന് ചേരുന്ന പ്രവൃത്തിയല്ല. അല്ലെങ്കിൽ ഡോക്ടറോട് എന്തെങ്കിലും കള്ളം പറയാൻ പറയും, ഇല്ലാത്ത രോഗം ഉണ്ടെന്നൊക്കെ പറയാൻ പറയും. അപ്പോൾ ഡോക്ടർ പറയും അതെൻ്റെ മെഡിക്കൽ എത്തിക്സിന് ചേരുന്ന പ്രവൃത്തിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് എത്തിക്സ്? അതിനെയാണ് ഈ നൈതികത അല്ലെങ്കിൽ എന്താണ് ധാർമ്മികത എന്നൊക്കെ പറയണത്. അപ്പോൾ എന്താണ് ഈ എത്തിക്സ് എന്ന് പറയണത്? ശരിയും തെറ്റും, എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ്, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എത്തിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൈതികത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ നോക്കാൻ പോണത് എന്താണ്, എത്തിക്സ് ഇൻ ഡെയിലി ലൈഫ്, ദൈനംദിന ജീവിതത്തിലെ നൈതികത അല്ലെങ്കിൽ എന്താണ് ധാർമ്മികത. അപ്പോൾ എന്താണ് എത്തിക്സ് എന്ന് പറയാം കേട്ടോ. ശരിയും തെറ്റുമുള്ള പെരുമാറ്റത്തെയും ധാർമ്മിക പ്രശ്നങ്ങളെയുമാണ് എന്ത് പറയുക, നൈതികത അല്ലെങ്കിൽ എന്താണ് എത്തിക്സ് എന്ന് പറയുന്നത്. ശരിയും തെറ്റുമായിട്ടുള്ള പെരുമാറ്റം, ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു അവബോധം, അതിനെയാണ് എന്ത് പറയുക, എത്തിക്സ് എന്ന് പറയാം. ഈ എത്തിക്സ് നമുക്ക് എല്ലായിടത്തും ആവശ്യമാണ്. ഇപ്പോൾ ഈ ജോലിയിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ മൊത്തം നമുക്ക് തന്നെ ഒരു എത്തിക്സ് വേണം അല്ലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ശരി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എന്താണ് തെറ്റ്, അപ്പോൾ നമ്മൾ ആ തെറ്റിൽ നിന്ന് മാറി നടക്കണം. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു എത്തിക്സ് വേണം. നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ എന്ത് വേണം, നമുക്കൊരു എത്തിക്സ് ഉണ്ടായിരിക്കണം. ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് തിരിച്ചറിയാനുള്ള ഒരു സിമ്പിൾ കോമൺ സെൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എത്തിക്സ് എന്ന് പറയാം. ഇനി നമ്മുടെ ജോലി സ്ഥലങ്ങളിലുള്ള നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. അതിന് ഇങ്ങനെ ഒരു സയൻറ്റിഫിക്കലി നമ്മൾ പറയണമെന്ന് മാത്രം. നമ്മുടെ ജോലി സ്ഥലത്ത് ഏതൊക്കെ രീതിയിലാണ് ഈ എത്തിക്സ് വരുന്നതെന്ന് നോക്കാട്ടോ. സമയനിഷ്ഠയുടെ അഭാവവും ക്രമരാഹിത്യവും. ഇപ്പോൾ നമ്മൾ കൃത്യസമയത്ത് ജോലിക്ക് എത്തുന്നില്ല, അപ്പോൾ നമ്മളൊരു എത്തിക്സ് ഇല്ലാത്ത ഒരാളാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് ശരി അവിടെ എന്താണ് തെറ്റ് എന്ന് നമുക്കറിയാം. എന്താണ് ഒരു സമയം തന്നിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് ജോലിക്ക് എത്തണം, അതെന്താണ് അതാണ് ശരി എന്ന് നമുക്ക് ബോധ്യമുണ്ട്. നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്, അത് ആ ജോലിയുടെ എത്തിക്സിന് ചേർന്ന പ്രവൃത്തിയല്ല. പരുഷവും അപലനീയവുമായ പെരുമാറ്റം. നമ്മളൊരു ജോലി സ്ഥലത്ത് നമ്മൾ എന്താണ് ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. എല്ലാവരോടും എങ്ങനെ പെരുമാറണം എന്നുള്ളത്, അതൊന്നുമില്ലാതെ ഒട്ടും മാനേഴ്സ് ഇല്ലാതെ നമ്മളവിടെ പെരുമാറുകയാണെങ്കിലോ അത് ആ ജോലി സ്വഭാവം അനുസരിച്ചുള്ള എത്തിക്സിന് ചേർന്ന പരിപാടിയല്ല. അപര്യാപ്തമായ അറിവും നൈപുണ്യവും. നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് ആ ജോലി ചെയ്യാനുള്ള കഴിവുകളൊന്നുമില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലോ അത് ആ ജോലിയുടെ എത്തിക്സിന് ചേർന്ന ഒരു കാര്യമല്ല. വിഭവങ്ങളുടെ പാഴാക്കൽ. അപ്പോൾ അവിടെ എന്തെങ്കിലും അസംസ്കൃത വസ്തുക്കളും സാധനങ്ങളൊക്കെ കൊണ്ടുവരാണ്, നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ അതിന് അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിട്ടകളും നിയമങ്ങളും അവഗണിക്കുക. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുക. ജോലിയോടുള്ള അനാദരവ്, ജോലിയെ നമ്മൾ ബഹുമാനിക്കാണ്ട് അതോ ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഈ അനാദരവിൽ പെടുന്നത് തന്നെയാണ്. വിശ്വാസ വഞ്ചന. അപ്പോൾ നമ്മളൊരാൾ, നമ്മുടെ മുതലാളി നമ്മളെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റവും സത്യസന്ധമായിട്ട് കൃത്യസമയത്ത് ചെയ്ത് തീർക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മളത് മറന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, അവിടെ നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ ആളോട് ചെയ്യുന്നൊരു വിശ്വാസ വഞ്ചനയാണ്. പൈസയിലൊക്കെ തട്ടിപ്പുകൾ നടത്തുക, അതൊക്കെ എന്താണ് വിശ്വാസ വഞ്ചനകളാണ്. നമ്മൾ അയാളെ എന്ത് ചെയ്യാണ്, വഞ്ചിക്കുകയാണ് ചെയ്യണത്. ഇതൊക്കെ ആ ജോലിയുടെ എത്തിക്സിന് ചേർന്ന കാര്യമല്ല.
അപ്പോൾ ഈ എത്തിക്സ് ഇപ്പോൾ ജോലിയിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ അങ്ങനെ പെരുമാറേണ്ട എത്തിക്സ് ഉണ്ട്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞേട്ടാം. ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾ പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് അവരുടേതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്, ഭർത്താവിന് അവരുടേതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ എത്ര പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഭാര്യ എന്ന് പറയുമ്പോൾ അവരെന്താണ്, ആ ഭർത്താവിനോട് ഒരു വിശ്വാസം പുലർത്തേണ്ടതുണ്ട് അല്ലേ. അവരെ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ ഭർത്താവ്. അതല്ലാതെ എന്താണ് ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് അന്യപുരുഷന്മാരായിട്ട് ബന്ധം സ്ഥാപിക്കുക, കുടുംബം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ആ ഒരു ബന്ധത്തിൽ എത്തിക്സിന് ചേർന്ന കാര്യമില്ല. തിരിച്ചെന്താണ്, ഭർത്താവും അങ്ങനെ തന്നെ ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധം വയ്ക്കുക, ഈ സ്ത്രീനെ ചതിക്കുക, അതൊന്നും എന്താണ് അതുപോലെ കുടുംബം നോക്കാതിരിക്കുക, ഇവരെ വേദനിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഗാർഹിക പീഡനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആ ബന്ധത്തിൽ എത്തിക്സിന് ചേർന്നതല്ല. ഇനി നമ്മൾ ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള ഒരു സോഷ്യൽ ഒരു ഹ്യൂമണാണ്, അങ്ങനെ വയ്ക്കുമ്പോഴോ നമുക്ക് നമ്മുടേതായുള്ള എത്തിക്സ് ഉണ്ട് അല്ലേ. നമ്മുടെ എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആസ് എ ഹ്യൂമൺ എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ സഹജീവികളോട് കരുണയോടെ പ്രവർത്തിക്കുക, അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക, പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുക, ഉപദ്രവിക്കാതിരിക്കാം, അതിലുള്ള വിഭവങ്ങൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക, അത് കഴിഞ്ഞ് എന്താണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളവിടെ വെക്കാം. അപ്പം അങ്ങനെ എന്താണ് ഓരോ കാര്യത്തിലും എന്താണ് ശരിയും തെറ്റുമുണ്ട്. ആ ശരിയെയും തെറ്റിനെയും കുറിച്ചുള്ള അവബോധം, അതാണ് നമ്മുടെ എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത അല്ലെങ്കിൽ എന്താണ് നൈതികത എന്ന് പറയുന്നത്. അപ്പം ജോലി സ്ഥലത്ത് മാത്രമാണ് നമ്മളൊന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഇനി കോഡ് ഓഫ് എത്തിക്സ്, എത്തിക്സിൻ്റെ കോഡ്, അതും നമ്മൾ ഈ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയണത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എത്തിക്സ് എന്നുള്ളത്, ഇപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ ആണെങ്കിൽ അത് അറിയാത്ത കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്താണ് എത്തിക്സ് എന്നുള്ളത്, കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത്. അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു ജോലി സ്ഥലത്തേക്ക് പോകുന്നു, അപ്പോൾ ഇവിടുത്തെ നിയമാവലികൾ ഇങ്ങനെയാണ്, അതൊക്കെ ചിലപ്പോൾ അറിയാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ നിയമാവലികൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് ഇവിടുത്തെ എത്തിക്സ് എന്നുണ്ടാവും. അപ്പോൾ എന്താണ് ആ കോഡ് ഓഫ് എത്തിക്സ് എന്ന് നമുക്ക് നോക്കാം. ജോലി സ്ഥലത്തും വീട്ടിലും എന്താണ് കൃത്യനിഷ്ഠ പുലർത്തുക, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ചുമതല ഭംഗിയായി ചെയ്യുക, എല്ലാവരോടും മര്യാദയും ക്ഷമയും ബഹുമാനവും പുലർത്തുക, നിയുക്ത ചുമതല നിർവഹിക്കുന്നതിനാവശ്യമായ അറിവും നൈപുണ്യവും നേടുക, കൂടുതൽ അറിയുവാനും പരിഷ്കരിക്കുവാനും തയ്യാറാവുക. നമ്മളെന്താണ് നമ്മുടെ അറിവ് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്ട് പിന്നെ നമ്മൾ കൂടുതൽ അറിയാനായിട്ട് നോക്കുക. നിങ്ങളുടെ ജോലി പൂർത്തിയാക്കാനുള്ള കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുക, നമ്മൾ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആവാം. നിങ്ങളുടെ വിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുകയും പ്രയോഗിക്കുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, വിഭവങ്ങൾ എന്ത് ചെയ്യരുത്, പാഴാക്കി കളയാതിരിക്കാം. നിങ്ങളുടെ ജോലിയുടെ നിയമങ്ങളും നയങ്ങളും നടപടിക്രമങ്ങളും കർശനമായിട്ട് പാലിക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കാം. അഴിമതി എവിടെ നേരിട്ടാലും അത് തുറന്ന് കാട്ടുക. അപ്പോൾ എവിടെ കറപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് പുറത്ത് കാണിക്കാം. ഇതൊക്കെയാണ് എന്ത് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞു, പിന്നെന്താണ് നമ്മുടെ ഫാമിലി ലൈഫിൽ അതുപോലെ വർക്കിലൊക്കെ വരുന്ന പ്രോബ്ലംസ്, എത്തിക്സിലെ പ്രോബ്ലംസ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നിലവാരം ഉയർത്താം, എത്തിക്സിൻ്റെ നിലവാരം നമുക്ക് എങ്ങനെ ഉയർത്താം, ഇപ്പോൾ ഒരാളെ നല്ല എത്തിക്സിൽ ഒരാളായിട്ട് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ കൊണ്ടുവരാം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണത്. അതായത് നമുക്ക് എന്തൊക്കെ സജഷൻസ് കൊടുക്കാൻ പറ്റും എത്തിക്സ് ഉള്ള അല്ലെങ്കിൽ എത്തിക്സിൻ്റെ ആ ഒരു എന്താ പറയുക മോഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് പരസ്യ വെളിപ്പെടുത്തലും പരസ്യവും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം എന്നെന്താ പരസ്യമായിട്ട് അവിടുത്തെ നോട്ടീസ് ബോർഡിലൊക്കെ എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് മനസ്സിലാവുമ്പോൾ അവരുടെ ജോലിക്കാർ അതുപോലെ പെരുമാറാനായിട്ട് തുടങ്ങും. അപ്പോൾ അവരത് അവരുടെ എത്തിക്സ് അങ്ങനെ ഇമ്പ്രൂവ് ആവും. രണ്ടാമത്തെ എന്താണ്,
ഒരു ധാർമ്മിക കോഡ് തയ്യാറാക്കൽ. ധാർമ്മിക കോഡ് തയ്യാറാക്കൽ എന്ന് പറയുമ്പോൾ നേരത്തെ പരസ്യപ്പെടുത്തലും പരസ്യം എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എത്തിക്സുകൾ ഉണ്ടല്ലോ, ഇതാരെങ്കിലും കർശനമായിട്ട് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുക. ആ ശിക്ഷകൾ ഇതുപോലെ തന്നെ പരസ്യമായിട്ട് അത് മറ്റുള്ളവർക്കും എന്താണ്, അവർക്ക് മനസ്സിലാക്കണം, ഓ ഇത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന പോലെയൊക്കെ സംഭവിക്കുമെന്ന് അവർക്കും കൂടെ ബോധ്യപ്പെടണം. അപ്പോൾ എന്താണ്, അവരത് കർശനമായിട്ട് പാലിക്കാനായിട്ട് ശ്രമിക്കും. ഇനി ഈ ധാർമ്മിക കോഡ് തയ്യാറാക്കൽ അതും എന്താണ്, ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഓഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഈ ഓഫീസിലത്തെ കാര്യങ്ങൾ ഇന്ന പോലെയാണ്, അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളിവിടെ പെരുമാറേണ്ടത് എന്ന് എന്താണ് നേരത്തെ മുൻകൂട്ടി തന്നെ അവിടെയുള്ള ജീവനക്കാരെ അറിയിക്കാം. പിന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇങ്ങനെ എത്തിക്സിനെ കുറിച്ച് പഠിപ്പിക്കാം. അതാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ ഇത്ര മണിക്ക് ബെല്ലടിക്കും, അപ്പോൾ അത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് വേണം, സ്കൂളിൽ അറ്റൻഡ് ചെയ്യണം, സ്കൂളിൽ പ്രസൻ്റ് ആവണം. ഇത്ര സമയത്ത് ക്ലാസ്സുകൾ കൃത്യമായിട്ട് നോക്കണം, നോട്ട്സ് എഴുതണം. അപ്പോൾ നമ്മൾ ആ ഒരു അടക്കും ചിട്ടയുമുള്ള അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു നല്ലൊരു ഹ്യൂമൺ ആയിട്ടാണ് നമ്മളെ സ്കൂളിൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്, നമ്മുടെ എത്തിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവിടെയൊക്കെ നടക്കുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ചോദിക്കാവുന്ന എന്താണ് എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ്, പിന്നെ നമുക്ക് എന്തൊക്കെ സജഷൻസ് ആണ് കൊടുക്കാൻ പറ്റാന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു ചാപ്റ്റർ. ചോദിച്ചു എന്ന് മാത്രം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊന്ന് നോക്കാം. താങ്ക് യു.